സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി ആഞ്ഞടിച്ചു എന്ന വാർത്ത. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ലെന്ന് കോടതി പറഞ്ഞു. കണക്കുകൾ കൈവശമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സഹായം തേടേണ്ടി വരുന്നതെന്നും കോടതി വിമർശിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ടുള്ള ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ വിമർശനം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കോടതി കണക്കറ്റ് വിമർശിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും എസ്കെൻ, ഈ വിഷയത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കണക്കറ്റ് വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അതായത് അവസാന ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അത് ഹാജരാക്കാമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഫിനാൻസ് ഓഫീസർ പറഞ്ഞത്. ഓഡിറ്റ് നടക്കുന്നുണ്ടാകും, റിപ്പോർട്ട് കാണണമെന്നില്ല എന്ന് കോടതി പിന്നാലെ പരിഹസിക്കുകയും ചെയ്തു. SDRF സർക്കാർ വിഹിതത്തിൽ 95 കോടി ചിലവാക്കിയെന്നും ഓഡിറ്റിംഗ് നടക്കാറുണ്ടോ എന്നും കോടതി ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഓഡിറ്റിംഗിൽ വലിയ അതൃപ്തി കോടതി പ്രകടിപ്പിച്ചു. നിങ്ങൾ ആരെയാണ് ഈ വെഡ്ഡികളാക്കാൻ നോക്കുന്നത് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഇന്നിപ്പോൾ ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. 677 കോടിയിൽ എത്ര ചെലവഴിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ടാണ് പണം വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ഈ 677 കോടി കൈവശം വച്ചിട്ടും വീണ്ടും പണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതിൽ എത്രയാണ് ചെലവഴിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്നും നീക്കിയിരിപ്പുള്ള 677 കോടി അതോറിറ്റിയുടെ കൈവശമില്ലേ, ആ ശരിയായ കണക്കുകൾ തങ്ങൾക്ക് കാണണം എന്നും കോടതി പറയുന്നുണ്ട്. കണക്കുകൾ കൈവശമില്ലാത്തത് കൊണ്ടാണ് കേന്ദ്ര സഹായം തേടി പോകേണ്ടി വരുന്നത് എന്നും ഇത്തരത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് നിർത്തണമെന്നും കോടതി പറയുകയുണ്ടായി. ദുരന്തത്തിൽപ്പെട്ടവരെ കൂടി അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കരുത് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണം, ഓഡിറ്റിംഗ് പോലും അല്ലല്ലോ എന്നും കോടതി ഇന്ന് ചോദിച്ചു. ഒപ്പം തന്നെ കണക്കറ്റ പരിഹാസം കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്ന് വരികയും ചെയ്തിട്ടുണ്ട്. കേസ് ഇപ്പോൾ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനു മുൻപ് കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SDRF ഫണ്ടിലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക, ഇനി ആവശ്യമായ തുക എന്നിവ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. പണം വാങ്ങുന്നവർ പണം നൽകുന്നവരെ തങ്ങളുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞിട്ടാണ് കോടതി കണക്കുകൾ മുഴുവൻ ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരിനും SDRF നും ഇന്ന് കണക്കറ്റ് വിമർശനം കോടതിയിൽ നിന്നുണ്ടായി.